So hi all, welcome back to Eagle Learning. It's your AK. നോക്കടാ, നമ്മളിപ്പോൾ നോ പ്രോബ്ലം സീരീസിന്റെ 6ാമത്തെ എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. അതായത് 5 വെടിക്കെട്ട് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. നിങ്ങൾക്ക് കുറച്ച് കട്ടിയായ പ്രോബ്ലംസ് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് എന്താ പറയുക മനസ്സിലാവാത്ത ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് പറഞ്ഞാൽ ഞാൻ ചെയ്തിരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇന്നത്തെ പ്രോബ്ലവും ഒരു സർക്യൂട്ട് പ്രോബ്ലം ആണ്. അതായത് 5ാമത്തെ എപ്പിസോഡ് നമ്മൾ സംസാരിച്ച ഒരു സർക്യൂട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ 5ാമത്തെ എപ്പിസോഡ് കാണാതെ ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും തൊട്ടുമുള്ള വീഡിയോ മസ്റ്റായിട്ട് കാണുക, ശേഷം മാത്രം ഇത് കാണുക കേട്ടോ. സോ നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ആരൊക്കെയാ 6, 2, 3 അല്ലേ, ഇവരെ ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കണം, 4 ohm ഉള്ള റെസിസ്റ്റൻസ് ഉള്ള ഒരു സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യണം. സോ നമ്മൾ ട്രിക്ക് എന്തായിരുന്നു, നമ്മളിത് ട്രിക്കായിട്ട് എടുത്തത് ചെറിയ 2 പേര് ആരൊക്കെയാണ്, 2ഉം 3ഉം ആണ്. വലിയ ആളാണ് 6 അല്ലേ, കൂട്ടത്തിൽ വലിയ റെസിസ്റ്റൻസ് ഏതാണ്, 6 ohmൻ്റെ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു 2 + 3 കൂട്ടുമ്പോൾ 6 നോട്ട് ഈക്വൽ ടു 6 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ഏതാണ്, നമ്മുടെ സർക്യൂട്ട് ഇതാണ്, ഞാൻ വരയ്ക്കാൻ പോകുന്ന ഈ സർക്യൂട്ടാണ് നമ്മുടെ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് സർക്യൂട്ട്, അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ തന്നെ 3 രീതിയിൽ റെസിസ്റ്റേഴ്സിനെ അലൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ചെറിയൊരു കോംപ്ലിക്കേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ 6ഉം 2ഉം 3ഉം ഉള്ളത് എന്ത് ചെയ്യാം, ഏറ്റവും പുറത്തായിട്ട് 2 കൊടുക്കാം, അല്ലെങ്കിൽ 3 കൊടുക്കാം, അല്ലെങ്കിൽ 6 കൊടുക്കാം. ശരിയാണല്ലോ. അപ്പോൾ ഇവിടെ 3ഉം 6ഉം ഉള്ളിൽ വരും, ഇവിടെ 2ഉം 6ഉം ഉള്ളിൽ വരും, ഇവിടെ 2ഉം 3ഉം ഉള്ളിൽ വരും. ഒക്കെ ഓം ഉണ്ടാവും, റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് നമ്പർ മാത്രം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈസിലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, 2 റെസിസ്റ്റേഴ്സ് ഒരുമിച്ച് എവിടെയെങ്കിലും സർക്യൂട്ടിലുണ്ടെങ്കിൽ അവരുടെ എഫക്റ്റീവാണ് സർക്യൂട്ടിലേക്ക് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ 3ഉം 6ഉം ഒരുമിച്ചാണ്, അതേപോലെ ഇവരൊരുമിച്ചാണ്, ഇവരും ഒരുമിച്ചാണ്. അപ്പോൾ ഇവരുടെ എഫക്റ്റീവാണ് ഇവർ. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇവർ 2 പേരുടെയും എഫക്റ്റീവ് എത്രയാണോ ആ ഒരു ആ ഒരു റെസിസ്റ്റൻസ് പുറത്തുള്ള റെസിസ്റ്ററുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആണ്, സീരീസ്ലി കണക്റ്റഡ് ആണ്. അതായത് ഇവൻ പുറത്ത് നിൽക്കുകയാണ്, ഉള്ളിലുള്ള ഈ 2 പേരും പാരലാണ്. പക്ഷേ പാരലായ ഈ 2 പേരും കൂടി പുറത്തുള്ള റെസിസ്റ്ററിനോട് എങ്ങനെയാണുള്ളത്, ശ്രേണീയ രീതിയിലാണ് കണക്റ്റ് ആയി കിടക്കുന്നത്, സീരീസ് ആയിട്ട് കണക്റ്റ് ആയി കിടക്കുന്നത്. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും എഫക്റ്റീവ് നമ്മൾ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കും, അതൊരു വാല്യൂ കിട്ടും. ശേഷം നമ്മൾ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുക, ഇതിന് 2ൻ്റെയും വാല്യൂ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് 1 point something എടുത്തു, ഒരു 1 ആണെന്ന് ഞാൻ വിചാരിച്ചു 1 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ 6ഉം ഈ 2ൻ്റെയും കൂടി എഫക്റ്റീവായ 1ഉം എങ്ങനെയാണ് കിടക്കുക, സീരീസ് അല്ലേ. അപ്പോൾ നമ്മൾ 6 + 1 അല്ലേ എഴുതുക, ഉത്തരം 7 അല്ലേ കിട്ടുക. എക്സാമ്പിൾ ആയിട്ടാണോ 1 നമ്മൾ എടുത്തത്, എക്സാക്റ്റ് വാല്യൂ അല്ല. നിങ്ങൾ മനസ്സിലാക്ക്, ഒരിക്കലും 6നോട് ഇനി ഏത് വാല്യൂ വന്നാലും നമുക്ക് എത്ര കിട്ടൂല, 4 കിട്ടൂല. അപ്പം നിങ്ങൾ ട്രിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ സർക്യൂട്ട് അതായത് കൂട്ടത്തിൽ വലിയ ആൾ ഏതാണോ അവനെ പുറത്തുണ്ടാക്കുന്ന ഒരു സർക്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല, അതല്ല നമ്മുടെ ഉത്തരം. പക്ഷേ ഇതിൽ 2ൽ ഏതുമാകാം, ശരിയല്ലേ, ഇതിൽ 2ൽ ഏതുമാകാം നമ്മുടെ സർക്യൂട്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നോക്കൂ, റിസൾട്ട് എന്തായിരിക്കും, ഇവിടെ പുറത്തുള്ള 2നോട് അല്ലേ, ഈ 2നോട് ഇവരുടെ എഫക്റ്റീവ് ആഡ് ചെയ്യാണ് വേണ്ടത്. ഇവരുടെ എഫക്റ്റീവ് 3ൻ്റെ 6ൻ്റെ എഫക്റ്റീവ് എത്രയാണ് നമുക്ക് നോക്കാം. ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്കറിയാം R1 R2/R1 + R2 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും, 3 × 6/3 + 6 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് 18/9 = 2 എന്ന് കിട്ടും. കിട്ടിയോ? അപ്പോൾ നമുക്ക് 2 + 2 = 4 എന്ന ആൻസർ കിട്ടി. നമ്മുടെ സർക്യൂട്ട് ഏതാണ്, ഇവനാണ്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളോട് പറഞ്ഞത് 4.5 ohm ഉള്ള സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക, അതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ നമ്മൾ 3 ആണ് പുറത്തുള്ളത്. അപ്പോൾ 3 + എന്തെടുക്കണം, 2 × 6ൻ്റെ എഫക്റ്റീവ് എന്താ കിട്ടുക, 2 × 6/2 + 6 ആണ് വരിക. അപ്പോൾ 12/8 കിട്ടും. ഇത് നമുക്ക് 1.5 എന്നാണ് കിട്ടുക. ഓക്കെ, സോ 3 + 1.5 = നമുക്ക് ആൻസർ എന്ത് കിട്ടും,
4.5 ഓം എന്ന് ആൻസർ കിട്ടും. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ രണ്ടാമത്തെ സർക്യൂട്ടും ചെയ്ത് പഠിച്ചു. ഇനി നമുക്ക് ഒരു സർക്യൂട്ട് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം. എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കേണ്ടതില്ലല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പറയാൻ പോവാണ്, അടുത്ത 26-ാം തീയതി മുതൽ നമ്മുടെ മാരത്തോണുകൾ ആരംഭിക്കാൻ പോവാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ഏഗണിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് മെഗാ മാരത്തോൺ, മിനി മാരത്തോൺ, അതേപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അങ്ങനെ ഒരു വരുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ പ്രോബ്ലംസ് ഇഷ്ടപ്പെടുന്നു, ഫിസിക്സിലെ പ്രോബ്ലംസ് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല, രണ്ടായാലും നിങ്ങൾ ഈ സീരീസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞിരുന്നുണ്ട്. സോ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന സെഷനിൽ കാണാം. ബൈ.